ചിലർ പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ആവും. ഇപ്പോൾ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടും മന്ത്രിമാരായിട്ടൊക്കെ ശോഭിക്കുന്ന പല ആളുകളും ആദ്യം പഞ്ചായത്ത് മെമ്പർമാരായിട്ട് തുടങ്ങിയവരാണ്. കെ പ്രേമേന്ദ്രൻ ഒരു ഉദാഹരണമാണ്. ആലുവ MLA അൻവർ സാദത്ത് ഞങ്ങളുടെ ചെങ്ങവനാട് പഞ്ചായത്തിലെ ഒരു മെമ്പറായിരുന്നു. പിന്നെയാണ് പുള്ളി നിയമസഭയ്ക്ക് മത്സരിച്ചത്. അങ്ങനെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ഒരുപാട് പേരുണ്ട്. ബാലകൃഷ്ണപിള്ള വളരെ കാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. അങ്ങനെ മറ്റു പലരും ഉണ്ട്, ഞാനിപ്പോൾ എണ്ണി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന അന്ന് മുതൽക്ക് ഈ സമയം വരെ, ഈ സെക്കൻഡ് വരെ നിരന്തരമായി കല്ലെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തിരുവനന്തപുരം മേയറായിരുന്ന സഖാവ് ആര്യ രാജേന്ദ്രൻ. ഈ ആര്യ രാജേന്ദ്രൻ 5 കൊല്ലം മുമ്പ് ഇതുപോലെ സമയത്ത് തിരുവനന്തപുരം മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൂമാലകൾ കൊണ്ട് മൂടിയ ആളുകളാണ് ഇപ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങനെ നിരന്തരമായി കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ തെരഞ്ഞെടുത്ത സമയത്ത് ഞാൻ പറഞ്ഞാണ്, ഇവരെ പോലെ ഒരു എട്ടുപൊട്ടും തിരിയാത്ത പെൺകുട്ടി തിരുവനന്തപുരം മേയറായി കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു വലിയ അപകടം, ഇവരെ മുൻനിർത്തി മറ്റ് വേതാളങ്ങൾ, മറ്റ് ചീങ്കണ്ണികൾ, മറ്റ് മുതലകൾ, തിമംഗലങ്ങൾ കോർപ്പറേഷന് വിഴുങ്ങും. അതിൻ്റെ പാപഭാരം ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ ചുമലിൽ പതിക്കും എന്ന്.